ഹായ് ഫ്രണ്ട്സ്, ഫസ്റ്റ് മൊഡ്യൂളായ നെർവസ് സിസ്റ്റത്തിലെ നോൺ നെർവസ് ടിഷ്യൂ ആൻഡ് അതർ മെറ്റീരിയൽ എന്ന ടോപ്പിക്കിലെ ന്യൂറോഗ്ലിയ ആൻഡ് മെനിഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറോഗ്ലിയ ആണ്. ന്യൂറോഗ്ലിയ ഈസ് ദ ഡെലിക്കേറ്റ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് സപ്പോർട്ട്സ് ആൻഡ് ബൈൻഡ്സ് ടുഗെദർ ദ നെർവസ് എലമെന്റ്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ നെർവസ് എലമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഡെലിക്കേറ്റ് അതിമൃദുലമായ കണക്റ്റീവ് ടിഷ്യൂ ആണ് ന്യൂറോഗ്ലിയ. ഇറ്റ് ഈസ് ദ സെൽസ് ഇൻ അവർ നെർവസ് സിസ്റ്റം ദറ്റ് ആർ നോട്ട് ന്യൂറോൺ. ഇത് നമ്മളെ നെർവസ് സിസ്റ്റത്തിലൊരു സെല്ലാണ്, ഇത് ഒരിക്കലും ന്യൂറോൺ അല്ല. വിച്ച് ആർ നോൺ എക്സൈറ്റബിൾ ആൻഡ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസ് ആർ സോ കോൾഡ് നോൺ ന്യൂറൽ സെൽസ് ഓർ ഗ്ലിയൽ സെൽ. ഇത് നമ്മൾ നെർവ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നില്ല, പിന്നെ ഇതിനെ നമ്മൾ ഗ്ലിയൽ സെൽ എന്നും പറയപ്പെടുന്നു. ദ സെൽസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റിയാക്ഷൻസ് ഓഫ് നെർവ് ഡ്യൂറിങ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനിലെ നെർവിൻ്റെ റിയാക്ഷൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ സെല്ല് വഹിക്കുന്നുണ്ട്. മോസ്റ്റ് കോമൺലി ദ സെൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സൈറ്റ് ഓഫ് ട്യൂമർ ഇൻ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിലെ സൈറ്റ് ഓഫ് ട്യൂമറാണ് സെല്ല്. ഇത് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് പറയാം. ഫ്രം മൈലിൻ വിച്ച് റാപ്സ് അറൗണ്ട് ആക്സോൺ ടു സ്പീഡ് അപ്പ് ഇലക്ട്രിക് ഇമ്പൾസ് കണ്ടക്ഷൻ. ആക്സോണിന് ചുറ്റും മൈലിനോട് റാപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ കണ്ടക്ഷൻ്റെ സ്പീഡപ്പ് ഇൻക്രീസ് ചെയ്യും. ടു സപ്ലൈ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ന്യൂറോൺസ്. ന്യൂറോൺസിലേക്ക് ഓക്സിജനും ന്യൂട്രീഷൻസും സപ്ലൈ ചെയ്യാം. ടു ഡിസ്ട്രോയ് പാത്തോജൻസ് ആൻഡ് റിമൂവ് ഡെഡ് ന്യൂറോൺസ്. പാത്തോജൻസിനെ റിമൂവ് ചെയ്യുക, പാത്തോജൻസ് ഡിസ്ട്രോയ് ചെയ്യുക, ഡെഡ് ന്യൂറോൺസിനെ റിമൂവ് ചെയ്യിപ്പിക്കുക. പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് ഫോർ ന്യൂറോൺ. ന്യൂറോൺസിന് പ്രൊട്ടക്ഷനും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക. ന്യൂറോഗ്ലിയനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും സെക്കൻഡ് വണ്ണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും. അപ്പം ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഗ്ലിയൽ സെൽ ഇൻക്ലൂഡ്സ് ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ ആൻഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. And in the peripheral nervous system, glial cells includes Schwann cells and satellite cells. ഫസ്റ്റ് നമുക്ക് സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസിൽ നോക്കാം. സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസിൽ ഫസ്റ്റ് വണ്ണാണ് ആസ്ട്രോസൈറ്റ്സ്. Astrocyte is star-shaped glial cell in the CNS are collectively known as astrocytes. Astrocyte ഒരു star-shaped glial cell ആണ് in CNS-ൽ. So it is known as astrocytes. Astro implies a star and cyte refers to cell. Astro എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്റ്റാർ ആണ്, സൈറ്റ് മീൻസ് സെല്ലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ സ്റ്റാർ ഷേപ്ഡ് ആണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ന്യൂട്രീഷൻസ് ഓഫ് ന്യൂറോൺസ് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ്. ഇത് വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവൽ ചെയ്യാനും ന്യൂറോൺസിനെ ന്യൂട്രീഷൻ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പെർഫോം എ വെറൈറ്റി ഓഫ് ടാസ്ക്. ഇത് ഡിഫറൻസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. Synaptic support to the control of the blood-brain barrier and blood flow. ഇത് സിനാപ്റ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുകയും ബ്ലഡ് ബ്രെയിൻ ബാരിയർ BBB അതിനെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വണ്ണാണ് മൈക്രോഗ്ലിയ. ഇറ്റ് ഈസ് ദ സ്മാളസ്റ്റ് ന്യൂക്രോഗ്ലിയൽ സെൽ. ഇത് സ്മാളസ്റ്റ് സൈസ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് മൈക്രോഗ്ലിയ എന്ന പേര് വരാൻ കാരണം. Engulf the toxic substance, destroy the microorganism and damage the CNS debris. Engulf the toxic substance, വിഷപദാർത്ഥങ്ങൾ അത് swallow ചെയ്യും. Destroy the microorganism, സൂക്ഷ്മജീവികളെ ഇത് നശിപ്പിക്കും. Damage the CNS debris, CNS-ലുള്ള അവശിഷ്ടങ്ങൾ ഇത് നശിപ്പിക്കും. It must be able to recognize foreign bodies, swallow them. നമ്മൾ ബോഡിയിൽ ഫോറിൻ പാർട്ടിക്കിൾസ് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ദെൻ അതിനെ സ്വാലോ ചെയ്യും. ആൻഡ് ആക്ട് ആസ് ആൻറ്റിജൻ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്.
പ്രസൻറ്റിംഗ് സെൽസ് ആക്ടിവേറ്റിംഗ് ടി സെല്ല്. ടി സെൽസിൻ്റെ ആക്ടിവേറ്റിംഗ് ടി സെൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണത്. പിന്നെ ഇത് ത്രോണി പ്രോസസ് ദാറ്റ് ക്യാൻ ടച്ച് ദ നൈബറിംഗ് ന്യൂറോൺ. ഇതൊരു മൈക്രോഗ്ലിയ പറഞ്ഞാൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനുള്ള ത്രോണി പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അത് നൈബറിംഗ് ന്യൂറോൺസിനൊക്കെ ഇതിങ്ങനെ ടച്ച് ചെയ്യും. ദെൻ ന്യൂറോഗ്ലിയയിലെ തേർഡാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇറ്റ് പ്രൊഡ്യൂസ് മൈലിൻ ഷീത്ത് അറൌണ്ട് ദ നെർവ് ഫൈബേഴ്സ് ഇൻ CNS. CNSൽ നെർവ് ഫൈബേഴ്സിന് ചുറ്റും മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് പെർഫോം ദ സെയിം ഫങ്ഷൻസ് ഫോർ സെൽസ് ഇൻ ദ സെൻട്രൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റത്തിലെ സെൽസിന് സെയിം ഫങ്ഷനാണ് ഇവിടെ ഒലിഗോഡെൻഡ്രോസൈറ്റ് പെർഫോം ചെയ്യുന്നത്. The creations of the myelin allows for the formation of myelin sheath around the neural axon. ന്യൂറൽ ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്ത് ഫോം ചെയ്യാൻ മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അലൗഡ് ആണ്. ഇറ്റ് ആർ സെൽസ് ദാറ്റ് റാപ്പ് ദെയർ പ്രോസസ് അറൗണ്ട് ന്യൂറൽ ഫൈബേഴ്സ്. ന്യൂറൽ ഫൈബേഴ്സിന് ചുറ്റിപ്പറ്റിയുള്ള സെൽസുകളാണ് ഇത്. അതിൽ സെക്കൻഡ് വണ്ണാണ് പെരിഫറൽ ന്യൂറോഗ്ലിയൽ സെല്ല്. അതിൽ രണ്ട് ഇതുണ്ട്, ഷ്വാൻ സെൽ ആൻഡ് സാറ്റലൈറ്റ് സെല്ല്. അതിൽ ഫസ്റ്റ് വണ്ണ് ഷ്വാൻ സെല്ല്. ഷ്വാൻ സെൽസ് ആർ ദ മേജർ ഗ്ലിയൽ സെൽസ് ഇൻ ദ PNS. ഷ്വാൻ സെല്ല് PNSലുള്ള മേജർ ഗ്ലിയൽ സെല്ല് ആണ്. വിച്ച് പ്രൊവൈഡ്സ് മൈലിനേഷൻ ടു പെരിഫറൽ ന്യൂറോൺ. പെരിഫറൽ ന്യൂറോണുകൾക്ക് മൈലിനേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് സറൗണ്ട്സ് ആൻഡ് ഫോം ബൈ മൈലിൻ ഷീത്ത്. ഇത് മൈലിൻ ഷീറ്റ് ഫോം ചെയ്യും ഷ്വാൻ സെല്ലിന് ചുറ്റും. വിറ്റൽ ടു റീജനറേറ്റ് ഓഫ് ഡാമേജ്ഡ് നെർവ് ഫൈബേഴ്സ്. ഡാമേജ്ഡ് ആയ കേട് വന്ന നെർവ് ഫൈബേഴ്സിന് റീജനറേറ്റ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് റോള് ഇതിനുണ്ട്. സെക്കൻഡ് വണ്ണാണ് സാറ്റലൈറ്റ് സെൽസ്. ഇറ്റ് വാസ് പ്രസൻറ്റ് ഓൺ ദ എക്സ്റ്റീരിയർ സർഫസ് ഓഫ് പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റത്തിൻ്റെ എക്സ്റ്റീരിയർ സർഫേസിലാണ് ഈ സാറ്റലൈറ്റ് സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. വിച്ച് പ്രൊവൈഡ്സ് ഫിസിക്കൽ സപ്പോർട്ട്. ഇത് ഫിസിക്കൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ദേ ആർ ഹൈലി സെൻസിറ്റീവ് ടു ഇഞ്ചുറി ആൻഡ് ഇൻഫ്ലമേഷൻ. ഇറ്റ് സറൗണ്ട്സ് ന്യൂറോൺ സെൽ ബോഡീസ്. ഈ സാറ്റലൈറ്റ് സെൽസ് നമ്മൾ കാണപ്പെടുന്നത് ന്യൂറോണിൻ്റെ സെൽ ബോഡീസിലാണ്. ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ന്യൂറോഗ്ലിയൽസിൻ്റെ ഇത്. നമ്മൾ നോൺ ന്യൂറൽ ടിഷ്യൂ ആൻഡ് അതർ മെറ്റീരിയൽസിലെ ന്യൂറോഗ്ലിയൽ സെൽസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെനിഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെനിഞ്ചസ് ഇസ് ദ ഓർഗൻസ് ഓഫ് ദി CNS ആർ കവേർഡ് ബൈ 3 കണക്റ്റീവ് ടിഷ്യൂ ലെയേഴ്സ് കളക്റ്റീവ്ലി കാൾഡ് മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗൻസ് ഓഫ് CNS പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. അത് നമ്മൾ 3 കണക്റ്റീവ് ടിഷ്യൂ ലെയേഴ്സ് കൊണ്ടാണ് കവേർഡ് ചെയ്തിരുന്നത്. അതിനാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ 3 ലെയേഴ്സ് ആർ ഡ്യൂറ മാറ്റർ, അരാക്നോയിഡ് മാറ്റർ, പിയ മാറ്റർ. ഇതാണ് 3 ലെയേഴ്സ്. ഡ്യൂറ മാറ്റർ പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ലെയറിലാണ് അത് കാണപ്പെടുന്നത്. ഇറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ബ്രെയിൻ ടുവാർഡ്സ് ദ ഹേർട്ട്. ഇത് ബ്ലഡൊക്കെ ക്യാരി ചെയ്തുകൊണ്ടുവന്ന് എവിടുന്ന് ബ്രെയിനിൽ നിന്ന് ഹേർട്ടിലേക്ക്. സെക്കൻഡ് വണ്ണാണ് അരാക്കനോയിഡ് മാറ്റർ. അത് മിഡിൽ മോസ്റ്റ് ലെയറാണ്. തേർഡ് വണ്ണാണ് പിയ മാറ്റർ. അത് ഇന്നർ മോസ്റ്റ് ലെയറാണ്. ദ മെനിഞ്ചസ് ആൾസോ സപ്പോർട്ട് ബ്ലഡ് വെസൽസ് ആൻഡ് കണ്ടെയ്ൻ CSF. നമ്മൾ മെനിഞ്ചസ് ബ്ലഡ് വെസലിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഫിൽഡ് വിത്ത് CSF, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് CSF എന്താണെന്നാണ്. എ ക്ലിയർ കളർലെസ് ലിക്വിഡ് ദാറ്റ് ഫിൽ ആൻഡ് സറൗണ്ട്സ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് പ്രൊവൈഡ് എ മെക്കാനിക്കൽ ബാരിയർ അഗെയിൻസ്റ്റ് ഷോക്ക്. ഇതൊരു കളർലെസ് ക്ലിയർ ലിക്വിഡാണ്. അത് ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ഉള്ളിലാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിക്കൽ ബാരിയർ അഗെയിൻസ്റ്റ് ഷോക്ക്. എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നൊക്കെ ഇത് ഒരു ബാരിയറായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ അതിന് നമ്മൾ ബാരിയറായിട്ട് നിന്ന് കൊടുക്കും തന്നെ. The CSF support the brain and provide lubrication between surrounding bone, brain and spinal cord.
ഇത് ഒരു ലൂബ്രിക്കേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് തന്നെ, അത് നമ്മൾ ബ്രെയിനൊക്കെ സപ്പോർട്ട് ചെയ്യും. CSF ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫിൽട്രേഷൻ ആൻഡ് സെക്രീഷൻ. CSF ഫോം ചെയ്യുന്നത് ഫിൽട്രേഷൻ്റെ സെക്രീഷൻ്റെ ഫലമായിട്ടാണ്. CSF ഈസ് ഫോംഡ് ബൈ എ സ്ട്രക്ചർ നോൺ ആസ് കൊറോയിഡ് പ്ലസസ്. കൊറോയിഡ് പ്ലസസ് എന്നുള്ള സ്ട്രക്ചറിൽ നിന്നാണ് CSF ഫോം ചെയ്തിരിക്കുന്നത്. കൊറോയിഡ് പ്ലസസ് ആർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇൻ ദ ഫ്ലോർ ഓഫ് ദ വെൻട്രിക്കിൾ. അത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അത് കാണപ്പെടുന്നത് എവിടെ വെച്ചാൽ ഫ്ലോർ ഓഫ് വെൻട്രിക്കിളിൻ്റെ ഇതിലാണ് കാണപ്പെടുന്നത്. ദെൻ നമ്മൾ കോമ്പോസിഷൻ ഓഫ് CSF ആണ് ഡിസ്കസ് ചെയ്തത്. CSFൻ്റെ കോമ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാട്ടർ ആൻഡ് സോളിഡ് ആണ്. വാട്ടർ 99.1%, സോളിഡ് 0.9%. സോളിഡിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഓർഗാനിക് നമ്മൾ യൂറിയ, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, അമിനോ ആസിഡ്സ് എക്സെട്ര സാർ. ഇൻഓർഗാനിക് പറഞ്ഞാൽ കാറ്റോൺ, അയോൺസ്, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് അതുപോലത്തെ സാധനങ്ങളൊക്കെ. Then CSF is essentially floats the brain within the skull. CSF നമ്മളെ ബ്രെയിനിൽ സ്കള്ളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ ഇഫ് യു ബം യുവർ ഹെഡ് ദ ഫ്ലൂയിഡ് ആക്ട് ലൈക്ക് ക്വിഷൻ ടു സോഫ്റ്റൻ ദ ബ്ലോക്ക് ടു യുവർ ബ്രെയിൻ. നമ്മളെ തല എവിടെയെങ്കിലൊക്കെ ഇപ്പം ഇങ്ങനെ ഇടിച്ചാൽ നമുക്കത് ആ ഫ്ലൂയിഡ് ഉള്ളത് കാരണം നമ്മൾ ക്വിഷൻ ലൈക്ക് ഒരു ആക്ട് ആയിരിക്കും, ക്വിഷൻ പോലെ ആയിരിക്കും അത് ആക്ട് ചെയ്യുക. കാരണം അത് സോഫ്റ്റൻ ചെയ്തിട്ട് നമ്മൾക്ക് ബ്രെയിനിന് വല്ല ഇഞ്ചറീസ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ബൈ ഫ്ലോട്ടിംഗ് ദ ബ്രെയിൻ the CSF prevent neurons from responding to pressure and providing false information. ഈ നമ്മൾ പറഞ്ഞു ഈ ഫ്ലൂയിഡ് ബ്രെയിനിൽ ഫ്ലോട്ട് ചെയ്തിരിക്കണമെന്ന്. അത് ന്യൂറോൺസിനെ പ്രിവെൻറ്റ് ചെയ്യും. എന്ത് എക്സ്റ്റേണൽ പ്രഷേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷനിൽ നിന്നോ അത് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. Then the CSF serves two major function role. CSFന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ സപ്പോർട്ട് by acting as a water jacket surrounding the brain and providing buoyancy for it. അത് ബ്രെയിനിന് ചുറ്റും ഒരു വാട്ടർ ജാക്കറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ബോയൻസി ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സ്കള്ള് ബ്രെയിനും ഫ്ലൂയിഡിൽ CSF ഫ്ലൂയിഡിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഹോമിയോസ്റ്റാസിസ്. ദിസ് വിൽ മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഓഫ് ബ്രെയിൻ ഫ്രം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ്. അത് ഹോമിയോസ്റ്റാസിസ് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യണേ ബ്രെയിനിൻ്റെ, അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷന്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മെനിഞ്ചസ് ആൻഡ് ന്യൂറോഗ്ലിയ ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.